الناس اتقوا الله عباد الله أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافون إن كنتم مؤمنين. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുത്തക്കികളും മുവഹിദുകളുമായി ജീവിതം നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതം ഈ ലോകത്ത് മുൻപോട്ട് പോകുന്നത് സന്തോഷങ്ങളും ആഹ്ലാദവും, ചിലപ്പോഴൊക്കെ ദുഃഖവും നിരാശയും സങ്കടവും ഭയപ്പാടുമൊക്കെ സമ്മിശ്രമായിക്കൊണ്ടാണ് മനുഷ്യരുടെ ജീവിതം. മനുഷ്യരുടെ ജീവിതത്തിൽ ഭയവും ആശങ്കയും നിരാശയും ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ അനാവശ്യമായി കടന്നു വരുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മുഅ്മിനിൻ്റെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില രോഗങ്ങൾ നമുക്ക് കടന്നു വന്നാൽ ആ രോഗം സങ്കീർണമായാൽ പെട്ടെന്നൊരു മരണം എന്നിലേക്ക് കടന്നു വരുമോ എന്ന ഭയവും ആശങ്കയും, മറ്റു ചിലപ്പോൾ പട്ടിണിയില്ലാതെ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞു പോകുന്ന എൻ്റെ വരുമാന മാർഗങ്ങളൊന്ന് നിലച്ചു പോയാൽ ഞാനും കുടുംബവും എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് എന്ന ഭയവും ആശങ്കയും. അതുമല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നോ അയൽവാസികളിൽ നിന്നോ നമ്മളോട് വ്യക്തിവൈരാഗ്യമുള്ള, അവരിൽ നിന്നുണ്ടാകുന്ന ചെയ്തികളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ കുറിച്ചുള്ള ആശങ്കകളും നെടുവീർപ്പുകളുമാണ്. അതുമല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് എന്ന ഒരു രൂപത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളും പ്രതികൂലമായ വർത്തമാനകാല സാഹചര്യങ്ങളുടെ അവസ്ഥകളും അതെന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ബാധിക്കുമ്പോൾ അതിലുള്ള ഭയപ്പാടുകളും ആശങ്കകളുമാണ്.
ഉദാഹരണമായി നാം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന SIR ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരനെന്ന രൂപത്തിൽ അത്തരം കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധയും നമ്മുടെ വരും തലമുറക്ക് നമ്മെ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രതിസന്ധികൾ വരാതിരിക്കാൻ നാം അതിൽ ബദ്ധശ്രദ്ധയുള്ളവരാകേണ്ടതാണ്. എന്നാൽ സത്യവിശ്വാസികളെ നാം മനസ്സിലാക്കേണ്ടത്, ബഹുഭൂരിപക്ഷം മനുഷ്യരും അതിൽ അനാവശ്യമായ ആശങ്കകളും ഭയപ്പാടിലുമാണ് മനുഷ്യർ മുൻപോട്ട് പോകുന്നത്. അതിൻ്റെ അന്തിമ പട്ടിക വരുമ്പോൾ ഞാനും എൻ്റെ കുടുംബവുമൊക്കെ ആ ലിസ്റ്റിൽ ഉണ്ടാകുമോ? പിന്നീട് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വം നഷ്ടപ്പെട്ടു പോകുമോ? കാരണം അനാവശ്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഭയപ്പെടുത്തലുകളും ഭയവിഹ്വലതകളും നിറച്ച വർത്തമാനങ്ങൾ കേരളത്തിൻ്റെ മറ്റുതര സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പുറത്തായി എന്നുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനാവശ്യമായ തെറ്റായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ അതിലൊക്കെയും ആശങ്കപ്പെട്ടുകൊണ്ട് മനുഷ്യർ ജീവിക്കുമ്പോൾ, വിശിഷ്യ ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് ഇത്തരം ഭയങ്ങളും ആശങ്കകളും ഒക്കെ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ നിലപാട് എങ്ങനെയായിരിക്കണം? അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മളൊക്കെയും ഒരുമിച്ച് കൂടിയത് മുഅ്മിനുകളായതുകൊണ്ടാണ്. മുഅ്മിൻ എന്ന പദത്തിൻ്റെ അർത്ഥം, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ എന്ന പദത്തിൻ്റെ അർത്ഥം ലോകത്തൊന്നിനെയും ഭയക്കാതെ അള്ളാഹുവിനെ മാത്രം ഭയക്കുന്നവൻ, നിർഭയത്വമുള്ളവൻ എന്നാണ്. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പരീക്ഷണങ്ങളും പ്രതികൂലവുമായ ഒരു സാഹചര്യത്തിൽ, ഉഹദിന്റെ ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ വചനം അവതരിക്കുന്നത്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദുർബലരാകരുത്, നിങ്ങൾ ബലഹീനരാകരുത്, നിങ്ങൾ ഭയപ്പെടരുത്. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കരുത്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. അവിടെ അള്ളാഹു പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. കേവലം മുസ്ലിം നാമധാരികളെന്നല്ല അവിടെ അള്ളാഹു പറഞ്ഞത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ലോകത്തൊന്നിനെയും ഭയപ്പെടാതെ, വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഭയാശങ്കയിലും ദുഃഖത്തിലും പെട്ടുപോകരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ജീവിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ ഇത്തരം ഭയപ്പെടുത്തലിൻ്റെയും ഭയാശങ്കകൾ നിറഞ്ഞ വർത്തമാനങ്ങളുമൊക്കെ ഒരു മുഅ്മിനിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സത്യവിശ്വാസി അത്തരം ഭയപ്പാടുകളിലേക്കും ആശങ്കകളിലേക്കും പോകരുത് എന്നാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഇത്തരം ഭയപ്പാടുകളിലേക്ക് ആരാണ് മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, മനുഷ്യരെ തള്ളിവിടുന്നത് ആരാണ്? സൂറ ആലി ഇമ്രാനിന്റെ 175-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നമാ ദാലികുമുശ് ശൈത്വാൻ, ശപിക്കപ്പെട്ടവനായ പിശാച് മാത്രമാണ് അത്തരം ഭയാശങ്കകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആരെ കാട്ടിയിട്ടാണ് ഈ പിശാച് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? യുഖവ്വിഫു ഔലിയാഅഹു, അവന്റെ കൂട്ടാളികളെ കാണിച്ചിട്ട്, ഭാവിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട്, പൗരത്വം പറഞ്ഞുകൊണ്ട്,
അല്ലെങ്കിൽ രോഗങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ നീറ്റലുകൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തിന്റെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പിശാച് അവന്റെ കൂട്ടാളികളെ കാട്ടിക്കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തും. ഫലാ തഖാഫൂഹും. അവിടെ അല്ലാഹു മുഅ്മിനിനോട്, ഒരു സത്യവിശ്വാസിയോട് അല്ലാഹു പറയുന്നത് ഫലാ തഖാഫൂഹും, അത്തരം ഭയപ്പാടുകളിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ഫലാ തഖാഫൂഹും ഇൻ കുന്തും മുഅ്മിനീൻ വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്നെയാണ് ഭയപ്പെടേണ്ടത്, അള്ളാഹുവിനെയും അവന്റെ പരലോകത്തെയുമാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഇവിടെ കാണുന്ന പട്ടികയെക്കുറിച്ചുള്ള ആശങ്കയും ഭയപ്പാടുമല്ല നിങ്ങൾക്ക് വേണ്ടത്. പരലോകത്തിന്റെ ഒരു പട്ടിക വരുന്നുണ്ട്, അവിടത്തെ ഒരു ലിസ്റ്റ് വരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭയപ്പാടുണ്ടാകേണ്ടത്. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജാ. ഒരു മുഅ്മിൻ ഭയത്തിന്റെയും ആശങ്കയുടെയും ഇടയിലാണ്. എന്താണ് ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിലെ ഭയം? നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാടാണ്. അള്ളാഹുവിന്റെ കാരുണ്യവും പടച്ചവന്റെ ശാപകോപങ്ങളെ കുറിച്ചുമുള്ള പേടിയാണ്. എന്താണ് ഒരു മുഅ്മിനിന്റെ ആഗ്രഹം? സ്വർഗത്തെക്കുറിച്ചുള്ള, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയവും ചിന്തിച്ചിട്ടില്ലാത്ത അനശ്വരമായ സ്വർഗമാണ് ഒരു വിശ്വാസിയുടെ സ്വപ്നം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയാശങ്കകളില്ലാതെ റബ്ബിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയെന്ന് പ്രവാചക ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും പൗരത്വം നഷ്ടപ്പെട്ട് മക്കയുടെ മണ്ണിൽ നിന്ന് അവർ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ സൗർ ഗുഹയിൽ അഭയം തേടി പ്രഭാതം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും യസ്രിബിലേക്ക്, മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അറിഞ്ഞു ഇന്നലത്തെ രാത്രിയിൽ അബൂബക്കറും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്ക വിട്ടുപോയി എന്ന്. അബൂജഹലും കൂട്ടരും അള്ളാഹുവിന്റെ റസൂലിന്റെ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. അക്കാലഘട്ടത്തിൽ ഒരു ശതകോടീശ്വരൻ നേടിയെടുക്കാവുന്ന കഴിയുന്നതിന് വലിയ സമ്പത്തായിരുന്നു. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, കിനാൻ ഗോത്രക്കാരനായ സുറാഖത്ത് ബിനു മാലിക് ഈ പ്രതിജ്ഞ ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുതിരയും അതിനു വേണ്ടുന്ന ആയുധങ്ങളുമായി അള്ളാഹുവിന്റെ റസൂലിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും തലയെടുക്കുന്നതിനു വേണ്ടി മക്കയിൽ നിന്ന് സജ്ജമായി പുറപ്പെടുകയാണ്. ആ മക്കയുടെ മണൽപ്പരപ്പിന്റെ, ആ മരുഭൂമിയുടെ ഉടുക്കു വഴികൾ കൃത്യമായി അറിയുന്ന സുറാഖത്ത് ബിനു മാലിക് പ്രവാചകനെ വധിക്കാൻ ലക്ഷ്യം വെച്ച് മുൻപോട്ട് പോകുമ്പോൾ അദ്ദേഹം തന്നെ ഓർമ്മപ്പെടുത്തുന്നു, വളരെ അകലെ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഞാൻ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ശത്രുക്കൾ നമ്മളിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ കുറച്ചകലെ ഞാൻ മുൻപോട്ട് അടുത്തു വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറകിലോട്ട് നോക്കി എന്നെ കണ്ടു. അള്ളാഹുവിന്റെ റസൂലിനെ തട്ടി വിളിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലെ, നമ്മെ ഏതോ ഒരു മനുഷ്യൻ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ പിന്നാലെ ഒരു ശത്രു കടന്നു വരുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ. അള്ളാഹുവിന്റെ റസൂല് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അത് കിനാൻ ഗോത്രക്കാരനായ സുറാഖയാണ്. ഭയപ്പെടണ്ട അബൂബക്കർ, അവൻ വരട്ടെ. അള്ളാഹുവിന്റെ റസൂല് റബ്ബിലേക്ക് കാവൽ തേടി, റബ്ബിലേക്ക് അഭയം തേടി. ആ സുറാഖത്ത് ബിനു മാലിക്കിന്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പ്രവാചകനെ വധിക്കാൻ വേണ്ടി മരുഭൂമിയിൽ മുൻപോട്ട് കടന്നു പോകുമ്പോ, പ്രവാചകന്റെ സമീപം എത്തുമ്പോ ആ കുതിരയുടെ കാലുകൾ മണൽപ്പരപ്പിലേക്ക് ആണ്ടുപോവുകയാണ്. സുറാഖത്ത് ബിൻ കിനാൻ അദ്ദേഹം ആ കാലുകൾ വലിച്ചൂരിയെടുക്കുകയാണ്. വീണ്ടും ആ കുതിര മുൻപോട്ട് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, വീണ്ടും ആ കുതിരകൾ, ആ സുറാഖയുടെ കുതിരയുടെ കാലുകൾ മരുഭൂമിയുടെ അഗാധങ്ങളിലേക്ക് കാണ്ടിട്ട് വലിച്ചൂരിയെടുക്കാൻ കഴിയാതെ കുതിര വിരളുന്നതുപോലുള്ള വല്ലാത്തൊരവസ്ഥ. അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, സുറാഖ, എന്തു പറ്റി? സുറാഖ പറഞ്ഞു, അങ്ങയുടെ തലയെടുക്കുവാൻ വേണ്ടി
100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, അങ്ങയുടെ തലയെടുക്കാൻ പോയിട്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്നൊരു രോമകൂപത്തിന് പോലും തകരാറ് സംഭവിക്കുകയില്ല. അവിടെ വെച്ച് സുറാഖത്ത് ബിന് മാലിക്കിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. എന്തായിരുന്നു സഹോദരങ്ങളെ ആ ബോധ്യം? അള്ളാഹുവിന്റെ റസൂലാണ്, ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അള്ളാഹു ഏകനാണ് എന്ന സത്യം, ആ റബ്ബിന്റെ പ്രവാചകനാണ് എന്ന ബോധ്യം സുറാഖയ്ക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പറഞ്ഞു, ഞങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ സുറാഖ നിനക്ക് കഴിയുകയില്ല. ആ സമയത്ത് സുറാഖത്ത് ബിൻ മാലിക് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എന്നിൽ നിന്ന് എന്ത് സഹായമാണ് അങ്ങക്ക് വേണ്ടത്? സുറാഖത്ത് ബിൻ മാലിക് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അങ്ങയിൽ നിന്ന് ഞങ്ങൾക്കൊരു സഹായവും ആവശ്യമില്ല. പക്ഷെ ഞങ്ങളെ കണ്ട വിവരം താങ്കൾ ഒരാളോടും പങ്കുവെക്കരുത്. സുറാഖത്ത് ബിൻ മാലിക് മടങ്ങിപ്പോകാൻ നേരത്ത് വീണ്ടും പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു പറഞ്ഞു, റസൂലേ, അങ്ങിപ്പോ മക്ക വിട്ട് മക്കയുടെ പൗരത്വം നഷ്ടപ്പെട്ട് അങ്ങ് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണെങ്കിലും അങ്ങ് വിജയശ്രീലാളിതനായി ഈ മക്കയിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്കുറപ്പുണ്ട് റസൂലേ, എനിക്കുറപ്പുണ്ട് മുഹമ്മദേ. താങ്കൾ അങ്ങനെ മടങ്ങി വരുമ്പോ എന്നെ സ്വീകരിക്കുമോ, എന്നെ ഉൾക്കൊള്ളുമോ? സുറാഖയ്ക്ക് ഭയപ്പാടാണ്. ഈ കടന്നു പോകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും വിജയശ്രീലാളിതരായി അള്ളാഹുവിന്റെ കഴിവുകൊണ്ട് അവർ മടങ്ങി വരുമെന്ന് സുറാഖയ്ക്ക് മനസ്സിലായി. സുറാഖ പറഞ്ഞു, അത് പോരാ, എനിക്ക് എഴുതി കരാറൊപ്പിട്ട് തരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരാറൊപ്പിട്ട് കൊടുത്തു. മടങ്ങിപ്പോകാൻ നേരത്ത് അള്ളാഹുവിന്റെ റസൂൽ സുറാഖയോട് ഓർമ്മപ്പെടുത്തി, സുറാഖ, കിസ്റ ചക്രവർത്തിയുടെ കിരീടവും അവിടുത്തെ ആ ഉടയാളകളും താങ്കളെ ധരിപ്പിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട് സുറാഖ. സുറാഖ ചിന്തിക്കുകയാണ്, ഗ്രാമീണനായ ഈ ഒരു അറബിക്ക് അത്യുന്നതനായ ആ കിസ്റ ചക്രവർത്തിയുടെ വളകൾ എൻ്റെ കൈകളിൽ ധരിപ്പിക്കപ്പെടുമോ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സുറാഖ മടങ്ങി പോവുകയാണ്. ആ ചരിത്രം നമുക്കറിയാം. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അള്ളാഹുവിലേക്ക് അഭയം തേടുമ്പോഴൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണവും കാവലും ഉണ്ടായിരുന്നു. അക്കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഒരു ന്യൂനപക്ഷമായിരുന്നു. ഭയപ്പെടുത്തുന്ന ഒരുപാട് വർത്തമാനങ്ങൾ അവരുടെ മുന്നിലേക്ക് കടന്നു വരും. വർത്തമാനകാല സാഹചര്യങ്ങളിൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് പോലെ മുസ്ലിമീങ്ങൾ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നവരാണ്. നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. എല്ലാ വാദങ്ങളും, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് ഗുണകാംക്ഷയോട് മുസ്ലിം ഉമ്മത്തിനോട് ചിലർ സംസാരിക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് അല്ലാഹുവിന്റെ റസൂലിനോടും സഹാബത്തിനോടും പറഞ്ഞു. അല്ലദീന ഖാല ലഹുമുന്നാസ്, അവരിൽ നിന്നുള്ള മനുഷ്യർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, തീർച്ചയായും ഇവിടുത്തെ ശത്രു സംഘം നിങ്ങളെ വളഞ്ഞിരിക്കുകയാണ്. ഫഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടണം. വർത്തമാനകാല സാഹചര്യം അങ്ങനെയാണ്. എല്ലാ എതിർപ്പുകളും, എല്ലാ ടാർജറ്റുകളും, എല്ലാ കണക്കുകൂട്ടലുകളും മുസ്ലിമീങ്ങളെ നിങ്ങൾക്കെതിരാണ് എന്ന് സമകാലിക സാഹചര്യങ്ങളിൽ പറയുന്നത് പോലെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ റസൂലിനും സഹാബത്തിനും ഇതേ ഒരു പ്രതിസന്ധി കടന്നു വന്നു. ഇത് കേട്ടപ്പോ അവർ ഭയാശങ്കയിലേക്ക് പെട്ട് ഭയപ്പാടിലൂടെ ഉറക്കം നഷ്ടപ്പെടുകയല്ല അവർക്ക് ചെയ്തത്. ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, ഞങ്ങൾ അല്ലാഹുവിലാണ് ഭരമേൽപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ആ അല്ലാഹുവിനോടൊന്നിനെയും പങ്കു ചേർക്കാതെ എല്ലാവരെയും സൃഷ്ടിക്കുകയും എല്ലാ രാജാക്കന്മാരുടെയും എല്ലാ ഭരണാധികാരികളുടെയും ഉന്നതനായ ആ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തിന്റെ ഉടമസ്ഥരായ ആ റബ്ബിലാണ് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നത്.
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബരമേൽപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച നാം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വർത്തമാനകാല സാഹചര്യങ്ങളിൽ ഭയപ്പെടുത്തലുകളും ഭീഷണികളും നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസി നിർഭയത്വമുള്ളവരാകണം. നിർഭയത്വത്തിന്റെ ജീവിതമാണ് ഒരു വിശ്വാസിക്കുള്ളത് എന്ന ചരിത്രമാണ് സുഹാബുൽ കഹ്ഫിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ 9 ചെറുപ്പക്കാര് അവരഭയം തേടുകയും അവരെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അക്കാലഘട്ടത്തിൽ ആ ഭരണം നടത്തിയിരുന്ന രാജാവിന്റെ മതം സ്വീകരിക്കുകയും അല്ല എങ്കിൽ അവരെ വധിക്കുകയും ചെയ്യുമെന്ന ഭീഷണിയുണ്ടായിരുന്ന സുഹാബുൽ കഹ്ഫ് അവർ ഗുഹയിൽ അഭയം തേടി. അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് നാം കെട്ടുറപ്പ് നൽകി. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് സഹോദരങ്ങളെ ആ കെട്ടുറപ്പാണ്, ആ ആദർശബോധമാണ്, ആ അല്ലാഹുവിനുള്ള തൗഹീദാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ആ സുഹാബുൽ കഹ്ഫിന് വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ കെട്ടുറപ്പ് നൽകി. ഇത് ഖാമൂ ഫഖാലു, ആ സുഹാബുൽ കഹ്ഫ് എഴുന്നേറ്റ് നിന്നവർ പ്രഖ്യാപിച്ചു. എന്തായിരുന്നു അവരുടെ പ്രഖ്യാപനം? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ രക്ഷിതാവേ. ആരാണ് ഞങ്ങളുടെ രക്ഷിതാവ്? റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ രക്ഷിതാവായ അല്ലാഹു. ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹ, ഞങ്ങൾ ആ അല്ലാഹുവിനോടൊപ്പം, ആ റബ്ബിനോടൊപ്പം ഒരു ലാത്തയോടും ഒരു ഉസ്സയോടും ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒരു മഖ്ബറയോടും ഒരു ദർഗയോടും ഞങ്ങൾ പ്രാർത്ഥന നടത്തുകയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്. ആ മുവഹിദുകൾക്ക് വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു കെട്ടുറപ്പ് നൽകി. സഹോദരങ്ങളെ, വർത്തമാനകാല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന നമ്മുടെ പൗരത്വത്തെക്കുറിച്ച് മാത്രമല്ല, പ്രവാചകന്മാരിലേക്ക് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം കടന്നുപോയ പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഇതേ വാദങ്ങൾ അവർ അഭിമുഖീകരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറായിലൂടെ മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ ചരിത്രം? ഖാലൽ മലഉൽ ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ആ നാട്ടിലെ ഭരണാധികാരികൾ, അവിടുത്തെ ഉന്നതരായ ആൾക്കാർ പറഞ്ഞു, യാ ശുഐബേ ലനുഖ്രിജന്നക യാ ശുഐബ്, ശുഐബേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് താങ്കളെ ഞങ്ങൾ പുറത്താക്കും. വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിന, നാം ഭരിക്കുന്ന ഈ നാട്ടിൽ നിന്ന് താങ്കളെയും താങ്കൾ വിശ്വസിക്കുന്ന വിശ്വാസികളുടെയും പൗരത്വം ഞങ്ങൾ കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങളുടെ മില്ലത്തിലേക്ക്, ഞങ്ങളുടെ ആദർശത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. മഹാനായ പ്രവാചകൻ ശുഐബ് നബി കൊടുത്ത മറുപടി, ഞങ്ങളുടെ ഹൃദയം വെറുക്കുകയാണെങ്കിലും, ഞങ്ങളെ കത്തിച്ച് ചാമ്പലാക്കിയാലും, ഞങ്ങളുടെ ശരീരം പിച്ചു ചീന്തപ്പെട്ടാലും ഈ ആദർശം സ്വീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടിയാണ്. വർത്തമാനകാല സാഹചര്യങ്ങളിൽ നാം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, യഅതി അലന്നാസി സമാനുൻ, എൻ്റെ ഉമ്മത്തികളുടെ മേലൊരു കാലം കടന്നു വരും. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? അസ്സാബിറു ഫീഹിം അലാ ദീനിഹി, ഒരു മനുഷ്യൻ അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നത് കൽ ഖാബിലി അലൽ ജംറ, തീക്കണലിൽ കയ്യിൽ പിടിച്ചവനായ ഒരു മനുഷ്യനെ പോലെയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങൾ അവൻ അതിജീവിക്കേണ്ടി വരും. ഒരു യഥാർത്ഥ മുഅ്മിൻ, ഒരു മുത്തഖിയായി, മുവഹിദായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അയാളിലേക്ക് കടന്നു വരും. വർത്തമാന കാലഘട്ടങ്ങളിൽ നാം ജീവിക്കുന്ന ഈ നാട്ടിൽ, സാധാരണ ബീഹാറിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ തൊഴിലിടത്തിൽ നിന്ന് അദ്ദേഹം സൈക്കിളുമായി തൻ്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ സൈക്കിളൊന്ന് പഞ്ചറായി. രാത്രിയിൽ ഇവിടെ എവിടെയെങ്കിലും പഞ്ചറൊട്ടിക്കുന്ന സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട വർത്തമാനം പത്രമാധ്യമങ്ങളിലൂടെ നാം വായിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ ബിഹി, നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? റബ്ബിൻ്റെ ചോദ്യമാണ്. അഹസിബന്നാസു, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുകയാണോ?
വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്നല്ല അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മനുഷ്യരെയും ഇത്തരണത്തിൽ ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ അവരിലേക്ക് നേരിടേണ്ടി വന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സത്യസന്ധർ, ആരാണ് യഥാർത്ഥ വിശ്വാസികൾ? വലയഅലമന്നൽ കാദിബീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വ്യാജന്മാർ, ആരാണ് കപടന്മാർ എന്നെനിക്കറിയണം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. കാരണം ആ ബീഹാറിലെ മുഹമ്മദ് അത്തർ എന്ന് പറയുന്ന ആ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ നഖം ഓരോന്നും വലിച്ചിളക്കുമ്പോഴും ശരീരത്തെ മാന്തി പിളർത്തുമ്പോഴും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മയാണ് നമുക്ക് വരുന്നത്. മഹാനായ യാസർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം സ്വന്തം മാതാപിതാക്കളെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വബ്റൻ അല യാസർ, യാസർ കുടുംബമേ അങ്ങ് ക്ഷമിക്കുക. അള്ളാഹു നിങ്ങൾക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗമാണ്. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് റസൂലിനോട് വന്നിട്ട് ചോദിച്ചു, വലാ തദ്ഊലന, റസൂലേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ പ്രവാചകരെ? അലാ തസ്തൻസുറു ലന, അള്ളാഹു നമ്മെ സഹായിക്കുകയില്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ വെപ്രാളം കാണിക്കുകയാണ്, നിങ്ങൾ വേവലാതി കാണിക്കുകയാണ്. നമുക്ക് മുമ്പുണ്ടായിരുന്ന പൂർവികരായ മനുഷ്യരെ വലിയ ചാട്ടുള്ളി കൊണ്ട് ഇന്ന് ബീഹാറിൽ കണ്ടതുപോലെ പച്ചമാംസം അവരുടെ ശരീരത്തിൽ നിന്ന് മാന്തിയെടുക്കുമായിരുന്നു. വലിയ കുഴികൾ നിർത്തിയിട്ട് അവരെ തലനെടുവീർപ്പ് പിളർത്തി 2 കഷണങ്ങളാക്കുമായിരുന്നു. എന്നിട്ടും അവരുടെ വിശ്വാസത്തിൽ ഒരചഞ്ചലമായ മാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ സൂറത്തുൽ അൻകബൂത്തിന്റെ 2-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സത്യവിശ്വാസികൾക്ക് ഉണ്ടായ പരീക്ഷണങ്ങൾ പോലെ അള്ളാഹു നിങ്ങളെയും പരീക്ഷിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ, യഥാർത്ഥ മുവഹിദുകൾ ആരാണ്, യഥാർത്ഥ മുത്തഖികൾ ആരാണ്, യഥാർത്ഥ സത്യവിശ്വാസികൾ ആരാണ് എന്ന് റബ്ബിനറിയണം. വലയഅലമന്നൽ കാദിബീൻ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള വ്യാജന്മാരെയും അറിയണം. ഈ ആദർശത്തിൽ ഉറച്ചു നിന്നവർ പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിച്ചു പോയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ബീഹാറിൽ മരണപ്പെട്ടു പോയ ആ സഹോദരനെ കുറിച്ച് തന്നെ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ച് നിങ്ങൾ കൊല ചെയ്യപ്പെട്ടവർ, മരിച്ചുപോയവരെന്ന് പറയരുത്. നാം അവിടെ മനസ്സിലാക്കേണ്ടത്, തൗഹീദില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ ആദർശമില്ലെങ്കിൽ നാം ഈ ലോകത്ത് വധിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്താലും ഈ ലോകവും നമുക്ക് നഷ്ടപ്പെടും. ഹസിറത് ദുനിയാ വൽ ആഖിറ, പരലോകവും നമുക്ക് നഷ്ടപ്പെടും. എവിടെയും ഒരു വിശ്വാസിക്ക് വേണ്ടത് സൂറത്തുൽ കഹഫിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത്, വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ കെട്ടുറപ്പ് നൽകി. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം നിയമങ്ങളുടെ നൂലാമാലകൾ വന്നാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഉൾക്കരുത്തും മനക്കരുത്തും ചങ്കുറപ്പും അവർക്ക് നൽകുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതാർക്കാണ്? അവരുടെ പ്രത്യേകത എന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവർ അല്ലാഹുവിന് പുറമെ ഒരു ആരാധ്യനോടും അവർ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ആ വിശ്വാസികൾ മരണസമയത്ത് പോലും ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മസ്തഖാമു, പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ മനുഷ്യർ, ആ മനുഷ്യർ മരണം സംഭവിക്കുമ്പോൾ ഷഹാദത്തിലൂടെയാണെങ്കിലും അതുപോലെ തന്നെ ശത്രുക്കളുടെ വാളുകൾക്കും കടാരകൾക്കും വിധേയമായിട്ടാണെങ്കിലും മരണം മുന്നിലേക്ക് എത്തുമ്പോൾ മലക്കുകൾ അവരോട് പറയും, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടരുത്, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കരുത്. ഹൈബർ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ നേതൃത്വത്തിലേക്ക് പോകുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾക്ക് യുദ്ധത്തെക്കുറിച്ച് എന്തറിയാം?
ആ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ താങ്കൾക്ക് എന്തറിയാം? മഹാനായ ഉമ്മു മക്തും റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമികമായ ആ ഭടന്മാരുടെ മുന്നിൽ ഇസ്ലാമിന്റെ പതാകവാഹകനായി ഞാൻ മുൻപോട്ട് പോകും. ഒരു യുദ്ധം തകർന്നു പോകുന്നത് ആ പതാകവാഹൻ പിന്നോട്ടോടുമ്പോഴാണ്. ഉമറേ, ഞാൻ ശത്രുക്കളെ അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പതാകയുമേന്തി ഞാൻ അവരുടെ മുന്നിലേക്ക് കടന്നു പോകും, ഞാൻ ഒരിക്കലും പിന്നോട്ടോടുകയില്ല എന്ന് മഹാനായ ഉമ്മു മക്തും അന്ധനായ സ്വഹാബി പറഞ്ഞതുപോലെ